ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം അടുത്ത മാസം നടക്കുമെന്ന് മസ്കറ്റ് മുനിസിപ്പൽ ചെയർമാൻ അറിയിച്ചിരിക്കുന്നു. $10 മില്യൺ ചെലവിട്ട് നിർമ്മിക്കുന്ന ഈയൊരു പദ്ധതി സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ആംസ്റ്റർഡാം റോയൽ പാലസിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന് ഊഷ്മളമായ സ്വീകരണം. നെതർലൻഡ്സിന്റെ പ്രസിഡന്റ് വിലം അലക്സാണ്ടറും അദ്ദേഹത്തിന്റെ പത്നി മാക്സിമയും ചേർന്നാണ് അദ്ദേഹത്തിന് വരവേൽപ്പൊരുക്കിയത്. സൗത്ത് അൽ ബാത്തിനയിലെ ബർക്കയിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റി ഈ ഒരു വിവരം ലഭിച്ചതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. ബർക്കയിലെ ഒരു ഫാക്ടറിയിൽ വേസ്റ്റ് കൂട്ടിയിട്ട പ്രദേശത്താണ് ഇങ്ങനെ വലിയൊരു തീപിടുത്തം ഇന്നുണ്ടായത്. പാസ്പോർട്ടും ബോർഡിംഗ് പാസും ഈ ചെക്കിൻ്റെ തലവേദനയൊന്നുമില്ലാതെ ഒരു വിമാനയാത്ര നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് ആലോചിക്കേണ്ടത് മാത്രമല്ല, നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്ന വലിയൊരു സൗഭാഗ്യമാണെന്ന് ചില വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുകയാണ്. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനാണ് യാത്രയുടെ എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്ത് ഈ പറഞ്ഞ രീതിയിൽ പാസ്പോർട്ടോ ബോർഡിംഗ് പാസോ ഒന്നുമില്ലാതെ ഒരു യാത്രക്കാരന് അന്താരാഷ്ട്ര യാത്ര സാധ്യമാക്കുന്ന തരത്തിൽ അഡ്വാൻസ്ഡ് ആക്കാനുള്ള ആലോചനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ? ഇതിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ലേ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ സാങ്കേതിക വിദ്യയുടെ ഏതറ്റം വരെയുമുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഇത് സാധ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ലക്ഷ്യം. ഇത് പ്രാവർത്തികമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ മുഖമായിരിക്കും യാത്രാ തിരിച്ചറിയലിൻ്റെ ഏക ഉപാധി. നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു ഡിജിറ്റൽ ജേർണി പാസ് അത് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഇതുവഴിയായിരിക്കും ഇതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ സാധ്യമാവുക. ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് 2025 ഏപ്രിൽ 15 ചൊവ്വാഴ്ച.